Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. So in this video, we are going to discuss graphic narratives. Calicut യൂണിവേഴ്സിറ്റിയുടെ മൾട്ടിഡിസിപ്ലിനറി കോഴ്സായ ഇൻട്രൊഡ്യൂസിങ് പ്രിൻറ്റ് ആൻഡ് ഡിജിറ്റൽ നരേറ്റീവ്സിലെ ഒരു ചാപ്റ്ററാണ് ഗ്രാഫിക് നരേറ്റീവ്സ്. അപ്പോൾ ഗ്രാഫിക് നരേറ്റീവ്സ് എന്താണ് എന്ന് പറയുന്നുണ്ട് അതിൽ. പിന്നെ 2 ടൈപ്പ് ഓഫ് ഗ്രാഫിക് നരേറ്റീവ്സ് ആണ് പഠിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നൊരു റീലും പിന്നെ ഒരു ഗ്രാഫിക് പോയമുമാണ്. അപ്പോൾ റീല് ഒക്കെ ഗ്രാഫിക് നരേറ്റീവ്സിലാണ് വരിക. ഗ്രാഫിക് പോയം എന്ന് പറയുന്നത് വേർഡ്സും പിക്ചേഴ്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു രൂപത്തിലുള്ള പോയത്തിനാണ് ഗ്രാഫിക് പോയം എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ഡിജിറ്റൽ നരേറ്റീവ്സ് അങ്ങനത്തെ ഒക്കെ ഗ്രാഫിക് നരേറ്റീവ്സിലാണ് വരിക. ഗ്രാഫിക് എന്ന് പറയുമ്പോൾ പിക്ചോറിയൽ ആയിട്ട് എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേഷൻ അല്ല. അപ്പോൾ റീൽ എന്ന് പറയുമ്പം ചിലപ്പോൾ കുറച്ച് വേർഡ്സേ ഉണ്ടാവുള്ളൂ, ബട്ട് ത്രൂ ദാറ്റ് ഒരു വലിയൊരു സംഭവമായിരിക്കും ചിലപ്പോൾ കൺവേ ചെയ്യുന്നത്. ചെറിയ ചെറിയ ഇൻഫോർമേറ്റീവ് റീലുകൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റീല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഗ്രാഫിക് നരേറ്റീവ് എന്നുള്ളത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഗ്രാഫിക് നരേറ്റീവ്സിനെ കുറിച്ച് നിങ്ങളെ ടെക്സ്റ്റിൽ എന്താ പറയുന്നത് നോക്കാം. സോ കോമിക്സ് ആർ എ ബിഗ് അട്രാക്ഷൻ ടു ഓൾ റീഡേഴ്സ്. കോമിക് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു അട്രാക്ഷനാണ് അല്ലേ. കോമിക്സൊക്കെ ആരും ഒരു എൻ്റർടൈൻമെൻറ്റിന് വായിച്ചിരിക്കും. ചിൽഡ്രൻ ആൻഡ് ഗ്രോൺ അപ്സ് ബോത്ത് എൻജോയ് ദം. ഇറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടേം ഗ്രാഫിക് നരേറ്റീവ് വൈൽ ലിങ്കിങ് ഇൻ ടു ദ കോമിക്സ്. അപ്പോൾ ഗ്രാഫിക് നരേറ്റീവ് എന്നൊന്ന് വ്യക്തമാണെങ്കിൽ അത് കോമിക്സുമായിട്ട് ലിങ്ക് ചെയ്താൽ മനസ്സിലാവുന്നു. കോമിക്സ് ഒക്കെ ഒരു ഡിജിറ്റൽ ടൈപ്പ് ആക്കുന്നതിനാണ് ഗ്രാഫിക് നരേറ്റീവ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി ഹിലാരി എൽ ഷൂട്ടും മാരിയൻ ഡേക്കോവനും എന്ന് പറയുന്ന 2 പേര് അവർ ഗ്രാഫിക് നരേറ്റീവ്സിന് കൊടുത്തൊരു ഡെഫിനിഷനാണ് ഇറ്റ്സ് എ നരേറ്റീവ് വർക്ക് ഇൻ ദ മീഡിയം ഓഫ് കോമിക്സ്. കോമിക്സിൻ്റെ രൂപത്തിലുള്ളൊരു നരേറ്റീവ് വർക്കാണ്. ഓക്കെ, in graphic narratives the use of space and the use of visuals are equally important. അപ്പോൾ ഒരു സ്പേസ് ഇടുന്നത് വരെ അതിന് നല്ല മീനിങ് ഉണ്ടാവും. ഓക്കെ, the story moves forward for a large part by drawings. The interaction between the verbal and the graphic in the text makes it very legible. The 20th century saw the rise of book-length graphic narratives. ഒരു ബുക്കിൻ്റെ അത്രയും ലെങ്ത് ഉള്ള ഗ്രാഫിക് നരേറ്റീവ്സ് വരെ, ഫുൾ പിക്ചേഴ്സ്, കാർട്ടൂൺ പോലെയുള്ള അങ്ങനത്തെ നരേറ്റീവ്സ് വരെ ഉണ്ടെന്ന്. There are superhero stories like the stories from Marvel, DC, etc. മാർവൽ, സ്പൈഡർമാൻ അങ്ങനത്തെ സ്റ്റോറീസൊക്കെ സീരീസ് ആയിട്ട് അതുവരെ ഗ്രാഫിക് നരേറ്റീവ്സിലുണ്ട്. 2 different graphic narratives from the digital domain are prescribed for your study. And one is a reel and the other a graphic poem. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഗ്രാഫിക് നരേറ്റീവ്സിൽ തന്നെ 2 ഡിഫറെൻറ്റ് സംഭവങ്ങളാണ്, 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫിക് നരേറ്റീവ്സ് ആണ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒന്ന് റീലും ഒന്നൊരു ഗ്രാഫിക് പോയമുമാണ്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. So social media including YouTube, Facebook, Instagram, where there are feeds, carousels, reels or stories has made the graphic narratives popular. ഇപ്പോൾ റീൽസുകളുടെ ഒരു കാലാണ്, അതുകൊണ്ട് of course graphic narratives. In Instagram there are feeds, carousels, reels, stories that fall under the category of graphic narratives. ഫീഡ്, സ്റ്റോറി, സ്റ്റാറ്റസ്, റീല് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. What is carousels? Carouselsഉം ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫിക് നരേറ്റീവ് ആണ്. ഈ സീൻസൊക്കെ പോലെ ഇങ്ങനെ 3D ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അങ്ങനത്തെ ഒക്കെ ആണ്. ഓക്കെ, കെറോസൽസിന് സെർച്ച് ചെയ്താൽ മോഡൽ കെറോസൽസ് കാണാൻ പറ്റും. സോ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത ഗ്രാഫിക് നരേറ്റീവ്സിലേക്ക് വരാം. ഫസ്റ്റ് വൺ ഇസ് ഒരു റീലാന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് നഹി ബോൽ പായി ബസ് നഹി ബോൽ പായി. കുഡൻ സേ ജസ്റ്റ് കുഡൻ സേ. പറയാൻ പറ്റിയില്ല എന്നല്ലേ, പറയാൻ പറ്റിയില്ല, ജസ്റ്റ് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്ന ടൈറ്റിലുള്ള ഒരു റീല്. ഇറ്റ് വാസ് മെയ്ഡ് ബൈ സഞ്ജന. ഓക്കെ, സോ ടെറിബ്ലി ടൈനി ടെയിൽസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇത് കാണാൻ പറ്റുക. ഇറ്റ് ഈസ് എ ഫ്ലാഷ് ഫിക്ഷൻ പ്ലാറ്റ്ഫോം ഫൗണ്ടഡ് ബൈ അനൂജ് ഗൊസാലിയ that has content in Facebook, Instagram, YouTube and other social media handles. It has a community of over 5 million creators. 5 million creators ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അനൂജ് ഗോസാലിയ ക്രിയേറ്റ് ചെയ്ത ടെറിബ്ലി ടൈനി ടെയിൽസ്. ഓക്കെ, അതിൽ സഞ്ജന അതിലൊരാൾ മാത്രം, ആ ഒരാൾ ക്രിയേറ്റ് ചെയ്ത റീലാണ് നിങ്ങൾക്ക് സ്റ്റഡിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇറ്റ് സെൽഫ് ആസ് സ്റ്റോറീസ് ദാറ്റ് ഗെറ്റ് യു. അപ്പോൾ ഈ ടെറിബ്ലി ടൈനി ടെയിൽസ് TTT അവർ സ്വന്തമായിട്ട് അവരെ പറയുന്നത് സ്റ്റോറീസ് ദാറ്റ് ഗെറ്റ് യു എന്ന്, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റോറീസ് അല്ലേ.
ചെറിയ സ്റ്റോറി ആയിരിക്കും, ചെറിയ റീലായിരിക്കും, ബട്ട് we might be able to connect it to us. നമുക്ക് പെട്ടെന്ന് ദിസ് ഇസ് മീ എന്ന് തോന്നുന്ന രീതിയിലുള്ള റീലുകളൊക്കെയാണ് അവരുടെ ഇതിൽ കാണാറുള്ളത്. ഓക്കെ, so the one prescribed for study is titled Nahi Bol Payi Bas Nahi Bol Payi, couldn't say, just couldn't say. It is from Sanjana Singh, a creative director at TTT. So Sanjana Singh is also a creative director at Terribly Tiny Tales. ഓക്കെ, സോ നമുക്കിതാ നമ്മളുടെ റീലിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റീൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ റീലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഈ റീലിൽ എന്താ കാണുന്നത്? ഇമോഷൻസ് കൺവേ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ. ടൈപ്പ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. അങ്ങനെ കുറേ പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാണ്, പിന്നെ വേറെ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് കോൺവെർസേഷൻ എൻഡ് ചെയ്യാണ്. ഫസ്റ്റിൽ എന്താ ഒരാൾ ചോദിക്കുകയാണ്, യു ലെഫ്റ്റ് ദ പാർട്ടി അബ്രപ്റ്റ്ലി, ഓൾ ഓക്കെ, പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പോയല്ലോ, എന്താ ഓൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുക അല്ലേ. സോ ഷീ റിപ്ലൈഡ് യെസ്, ഐ വാസ് ജസ്റ്റ് ഫീലിംഗ് ടയേർഡ് ആയതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പം സ്റ്റോപ്പ് ബുൾഷിറ്റിംഗ് മീ, ടെൽ മീ വാട്ട് ഇസ് ഇറ്റ്, എന്തോന്നുണ്ട് പറയാമെന്ന് പറയാം. സോ ഷീസ് ടൈപ്പിംഗ് ഐ കാൻ ഡു ദിസ് എനിമോർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡു വാട്ട് എന്താന്ന് ചോദിക്കുക അല്ലേ. എനിക്കിനി പറ്റൂല എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിക്കുക. ബിക്കോസ് ഐ റിയലി ലൈക്ക് യു ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോയിങ് എവേ. അത് ടൈപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. ദെൻ എന്താ, ലുക്ക് ഇറ്റ്സ് സിമ്പിൾ, യു നോ ദാറ്റ് ഐ ലൈക്ക് യു ആൻഡ് ഐ നോ ദാറ്റ് യു ഡോണ്ട് ഫീൽ ദ സെയിം. വീണ്ടും അത് പറയില്ല, അത് റിമൂവ് ചെയ്യാണ്, ബാക്ക് സ്പേസ് അടിക്കുക. ദ തിങ് ഇസ് ഐ ഹാവ് ടോൾഡ് യു ആൻഡ് ദർസ് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്, ഐ വിൽ ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ് ടു പാസ്. അപ്പോഴേക്കും അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, വാട്ട് ആർ യു ടൈപ്പിംഗ്, യു നോ യു ക്യാൻ ടെൽ മീ എനിത്തിങ് റൈറ്റ്. പക്ഷെ എന്നാൽ പോലും പറയുന്നില്ല, ഇതും റിമൂവ് ചെയ്യാണ്. എന്നിട്ട് നത്തിങ്, ഐ ജസ്റ്റ് ഹാവ് എ ക്രേസി വർക്ക് ഡേ ടുമോറോ, യു ഹാവ് ഫൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷൻസ് കൺവേ ചെയ്യാതെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, പിന്നെ ആ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നൈറ്റാണ് എന്ന് കാണാൻ പറ്റും. അടുത്തൊരു പൂച്ചയുണ്ട്, ഒരു വീട്ടിൽ നിന്നിടുന്നൊരു ഡ്രസ്സിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ദേ ഓൾ കൺവേ എ മെസ്സേജ്. കമ്മിങ് ബാക്ക് ടു അവർ ടെക്സ്റ്റ് ബുക്ക്, the narrative drives home the emotional turmoil a girl experiences while trying to chat with her friend. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുമ്പം പറയാൻ പറ്റാത്തൊരു ഇമോഷണൽ ടേമോയിൽ അല്ലേ. Though the girl is at home in her casuals, the thoughts that range in her mind are far from comfortable. She types and deletes in a futile attempt to transfer her emotional disturbance into words. അവരുടെ ഇമോഷൻസ് വേർഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു വീട്ടിൽ നിന്നൊരു കാഷ്വൽ ഡ്രസ്സാണ് ഇട്ടതെങ്കിലും ഷീ ഈസ് നോട്ട് കംഫർട്ടബിൾ, ഷീ ഈസ് ഫാർ ഫ്രം കംഫർട്ടബിൾ ഡ്രസ്സാണ്, പക്ഷെ മൈൻഡ് ഇസ് ഫാർ ഫ്രം കംഫർട്ടബിൾ എന്ന് പറയാം. The narrative presents the incommunicable nature of human feelings. So, the reel represents the incommunicable nature of human feelings. എല്ലാ human feelingsum convey ചെയ്യാൻ പറ്റില്ല through words. Okay. So, it is more often so in a socio-cultural context when the speaker is a woman. അപ്പോൾ സ്പീക്കർ ഒരു വുമണും കൂടെ ആവുമ്പം it can be more connected. വുമൻസിന് പല അവരുടെ ചില ഇമോഷൻസ് ഒക്കെ they don't express as men do. Okay, as we have seen in Carol and Duffy's poem Text, technology has made us texting cyborgs and given us many communication channels. Yet the human mind still escapes all technology and retains its power to remain elusive and mysterious. അപ്പം കാരോൾ ആൻഡ് ഡെഫിയുടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന പോം ഈ ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നോക്കുക. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഹ്യൂമൻ ബീങ്സിനെ ഒരു ടെക്സ്റ്റിംഗ് സൈബോക്സ് ആക്കി മാറ്റിയിരിക്കുകയാണെന്നുള്ളത്. The graphic part of the story is not worthy. The color scheme shows it is late at night. അപ്പോൾ ഗ്രാഫിക് പാർട്ട്, നമ്മൾ ടെക്സ്റ്റുവൽ പാർട്ട് അതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഗ്രാഫിക് പാർട്ട് അല്ലേ, it shows that it is late at night. The picture of the girl with her cat, the time of night, the popular background score, the sound of her lonely keys tapping endlessly on phone, all add more depth to the tale. അപ്പോൾ അവളിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ആ സൗണ്ടും എല്ലാം ഇറ്റ് ഇൻക്രീസസ് ദ ഡെപ്ത് ഓഫ് ദ ടെയിൽ. ആ സ്റ്റോറി ഇറ്റ് മേക്സ് us more connected with it. Okay, so this is about the first graphic narrative Nahi Bol Payi Bas Nahi Bol Payi by Sanjana.
അടുത്ത ഗ്രാഫിക് നരേറ്റീവ് ആണ് ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ ബൈ നവോക്കോ ഫിജിമോട്ടോ. നവോക്കോ ഫിജിമോട്ടോ പേര് കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് എ ജാപ്പനീസ് നെയിം. ഓക്കെ, നവോക്കോ ഫിജിമോട്ടോ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ നഗോയ, ജപ്പാൻ. She studied at Nanzan Junior College before becoming an exchange student. She completed both her BA and MA from Indiana University. Okay, പിന്നെ ഫിജിമോട്ടോയുടെ മറ്റ് പോയട്രി കളക്ഷൻസ് ആണ് വി ഫേസ്ഡ് എ ട്രെമൻഡസ് മീറ്റ് ഓൺ ദ ജപ്പാൻ, വേർ ഐ വാസ് ബോൺ, ഗ്ലിഫ് ഇതൊക്കെ. ഓക്കെ, സോ നൗ കമ്മിങ് ഇൻ ടു ഗ്രാഫിക് പോയട്രി. എന്താണ് ഗ്രാഫിക് പോയട്രി? ഇറ്റ് ഈസ് എ ഫോം ഓഫ് പോയട്രി ദറ്റ് കമ്പൈൻസ് വിഷ്വൽ എലമെൻറ്റ്സ് വിത്ത് പോയറ്റിക് ടെക്സ്റ്റ്. വിഷ്വൽ എലമെൻറ്റ്സും പോയറ്റിക് ടെക്സ്റ്റും നമ്മൾ പറഞ്ഞ ഇമേജസും ടെക്സ്റ്റും കൂടി കമ്പൈൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് പോയട്രിയാണ് ഗ്രാഫിക് പോയട്രി. ഇറ്റ് ഈസ് പോയട്രി മെന്റ് ടു ബി സീൻ. കാണാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട്, ജസ്റ്റ് കേൾക്കാനല്ല, വിഷ്വൽ ഇമേജിനെ കാണാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് എഴുതുന്ന പോയട്രിയാണ് ഗ്രാഫിക് പോയട്രി. ഓക്കെ, ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രാഫിക് പോയട്രി. അപ്പോൾ ഹൗ ടു ചോക്ക് മൈസെൽഫ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫിക് പോയട്രി എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ QR കോഡ് കിട്ടുന്നില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ഈ ലിങ്കിൽ കയറുമ്പം നവോക്കോ ഫിജിമോട്ടോയുടെ ഈ ഒരു സൈറ്റിലേക്കാണ് എത്തുന്നത്. ഇതിൽ വേറെയും ഗ്രാഫിക് പോയംസ് കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഓരോ ഇമേജസിലൂടെ അതിലൊക്കെ ചെറുതായിട്ട് ഓരോന്ന് കുത്തിക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് ഗ്രാഫിക് പോയംസ് ആണ്. ഇതാ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഒക്കെ ഓരോ ഗ്രാഫിക് പോയംസ് ആണ്. അപ്പോൾ താഴെ വരുമ്പോൾ ഇതാ ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ, ഇതാണ് നമ്മളുടെ ഗ്രാഫിക് പോയം. 4-5 സെൻറ്റൻസ് അതിൽ കാണാൻ പറ്റും. പിന്നെ കുറേ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. ഒരു അഗ്ലി കിച്ചൻ്റെ ഒക്കെ റെപ്രസെൻറ്റേഷനാ എന്ന് പറയാം. ഓക്കെ, കണ്ടോ, ഇതാണ് ഐ സ്റ്റംബിൾഡ് ഓൺ ദ കിച്ചൺ ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസ് ഉണ്ട്. ഐ ഷോൾഡ് ഇൻസൈഡ് കോഫി, ഐ ആം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ടോക്കിംഗ് അബൌട്ട് ദിസ്, ഇതിൽ യൂസ് ചെയ്തത് ഇമാക്കി സ്റ്റൈലാണ്. ഇമാക്കി സ്റ്റൈൽ എന്താ? ഇമാക്കി സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഗ്രാഫിക് പോം സ്റ്റൈലാണ്. ഇറ്റ്സ് ട്രഡീഷണലി ഹൊറിസോണ്ടൽ ബിക്കോസ് എ വ്യൂവർ ഈസിലി ക്യാൻ സ്ക്രോൾ ത്രൂ ഇറ്റ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ സ്റ്റൈലിൽ എഴുതുന്ന അല്ലെങ്കിൽ വരക്കുന്ന പോയമാണ് ഗ്രാഫിക് പോയം. ആ ഒരു സ്റ്റൈലിനാണ് ഇമാക്കി സ്റ്റൈൽ എന്ന് പറയുക. ഒരു ഫേമസ് ജാപ്പനീസ് സ്റ്റൈലാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ വേർട്ടിക്കലായിട്ടാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ ഫിജിമോട്ടോ പറയുന്നുണ്ട്, therefore I choose to display my graphic poems vertically എന്ന്. ഇപ്പോൾ ആൾക്കാർ സ്മാർട്ട് ഫോൺസിലൊക്കെ വേർട്ടിക്കലി ആണല്ലോ കാണുന്നത്, അതുകൊണ്ട് വേർട്ടിക്കലി ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് അവരുടെ പോയം ഉള്ള പേജിലേക്ക് വരും. ഇതാണ് നവോക്കോ ഫിജിമോട്ടോ. കുറച്ച് ബാക്ക് അടിക്കാം. ഈ ഒരു പേജിലേക്ക് വരും. അതാണ് നവോക്കോ ഫിജിമോട്ടോ. ഇതിൽ അവൾ ആ പോയം റീഡ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ഇമേജ്. അതാണ് ആ ഇമേജ്. ഓക്കെ, നൗ ഒറിജിനൽ പോയത്തിലെ ലൈൻസിലേക്ക് വരികയാണെങ്കിൽ ദിസ് ഇസ് ഇറ്റ്. ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ ബൈ നവോക്കോ ഫിജിമോട്ടോ. അപ്പോൾ അതിൽ അവൾ ആ ഒരു പോയം റിസൈറ്റ് ചെയ്യുന്നതിൽ വരുന്ന ലൈൻസ് ഇതാണ്. ഇതിൽ ചില ലൈൻസ് മാത്രം ആ ഇമേജസിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ കംപ്ലീറ്റ് എഴുതിയിട്ടുമില്ല. ഓക്കെ, വെൻ ഐ സ്റ്റംബിൾഡ് ഓൺ ദ കിച്ചൺ ഫ്ലോർ ഐ ആക്ച്വലി ബിലീവ്ഡ് ഇൻ എ കൗണ്ടർ ക്ലോക്ക് വൈസ് വണ്ടർലാൻഡ്. അപ്പോൾ ഒരു കിച്ചൺ ഫ്ലോറിൽ നിൽക്കുമ്പം ഒരു വുമൻ്റെ ഒരു ഫെമിനിസ്റ്റ് ടൈറ്റിലാണ് ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലേ? ചോക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ തൊണ്ടയിൽ ഫുഡൊക്കെ കുടുങ്ങിയിട്ട് ശരിക്കും ബ്രീത്ത് ചെയ്യാൻ, ശ്വാസം മുട്ടിപ്പോവുക, അതിനൊക്കെയാണ് ചോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ചോക്കിങ് കേട്ടിട്ടുണ്ടാവും. അപ്പം ശരിക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ട് ശ്വാസം മുട്ടൽ പോലതാണ്. സോ ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ. ഒരു അഗ്ലി കിച്ചണിൽ എങ്ങനെയാണ് സ്വന്തം ചോക്ക് ചെയ്യുക, ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് എന്നുള്ളത്. സോ ഒരു ടിപ്പിക്കൽ വുമൻ്റെ ലൈഫാണ് ഒരു കിച്ചൺ ലൈഫ്. കിച്ചൺ ലൈഫ് ഫോർ ഹൗസ് വൈഫ് വിച്ച് ഇസ് നോട്ട് ബീങ് പെയ്ഡ് എന്ന ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു വർക്ക്. ഓക്കെ, സോ വെൻ ഐ സ്റ്റംബിൾ ഓൺ ദ കിച്ചൺ ഫ്ലോർ ഐ ആക്ച്വലി ബിലീവ് ഇൻ എ കൗണ്ടർ ക്ലോക്ക് വൈസ് വണ്ടർലാൻഡ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു വണ്ടർലാൻഡിലാണ് ഞാൻ ബിലീവ് ചെയ്തത്. ഓക്കെ, വെൻ ഷീ സ്റ്റംബിൾ ഓൺ ദ കിച്ചൺ ഫ്ലോറിൽ നിൽക്കുമ്പോൾ കളർഫുൾ മാക്രോൺസ് ആൻഡ് എ മൗത്ത് ഫുൾ ഓഫ് ഷെർബത്ത്. ഓക്കെ, അപ്പോൾ കളർഫുൾ മാക്രൺസ് ഒക്കെ കിച്ചണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് എ മൗത്ത് ഫുൾ ഓഫ് ഷെർബത്ത്. ഈ ലൈൻസ് എഴുതുന്നില്ല, ഈ ഫസ്റ്റിലെ ലൈൻസ് ആ ഒരു ഇമേജിൽ കാണാൻ പറ്റും. നമുക്ക് വീണ്ടും ഇമേജിലേക്ക് തന്നെ പോവാം.
ഈ കളർഫുൾ മാക്രോൺസിൻ്റെ മൗത്ത് ഫുൾ ഓഫ് ഷെർബത്ത് ഒക്കെ അതിൽ ഇമേജസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷെർബത്ത് എന്ന് പറയുന്നത് നമ്മൾ സർബത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഷെർബത്ത് ഇസ് എ ഡെസേർട്ട്, ജാപ്പനീസ് ഡെസേർട്ടാണ്. ഓക്കെ, ഡ്രൈഡ് സ്കിൻ ഫ്ലേക്സ് ഇൻ മൈ ലോങ് ഹെയർ. അവളുടെ ലോങ് ഹെയറിൽ ഡ്രൈ സ്കിന്നിൻ്റെ പൊടികൾ ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇറ്റ് കവേർഡ് മൈ ലൈൻസ് ബാക്ക്, ഐ സോ സം മോൾസ്. പിന്നെ മോൾസ് ഉണ്ട്, മോൾസ് എന്നൊക്കെ ആ ഇമേജിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, പാടുകൾ. ഓക്കെ, ദെൻ ഹി കോൾഡ് മീ സ്വീറ്റി. ഹസ്ബൻഡ് ആയിരിക്കണം. കോൾഡ് ഹെർ സ്വീറ്റി വിത്തൗട്ട് കിസ്സിങ് മൈ ഫോർഹെഡ്. ഫോർഹെഡിലൊന്നും കിസ് ചെയ്യാതെ ഹസ്ബൻഡ് കോൾഡ് ഹെർ സ്വീറ്റി. Once he drilled a hole and hung a font from the 1970s and painted the wall in a puke yellow. ഹസ്ബൻഡ് എന്ത് ചെയ്തു, വാളിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് 90s ഇങ്ങനെ തൂക്കിയിടുന്നൊരു ഫോൺ ഹങ് ചെയ്തു. 1970s ഫോണ് വാളിൽ തൂക്കിയിട്ടു. ആൻഡ് പെയിൻറ്റഡ് ദ വാൾ ഇൻ എ പ്യൂക്ക് യെല്ലോ. വാൾ മൊത്തം ഒരു പ്യൂക്ക് യെല്ലോ കളറൊക്കെ പെയിൻറ്റ് ചെയ്തു. ഓക്കെ, ഐ ഷോവൽഡ് എ സ്പൂൺ ഫുൾ ഓഫ് ഇൻസ്റ്റൻറ്റ് കോഫി ഇൻ ടു മൈ മൗത്ത്. അവളൊരു സ്പൂൺ ഫുൾ ഓഫ് ഇൻസ്റ്റൻറ്റ് കോഫി അവളുടെ വായയിലേക്ക് ഇട്ടു. ദെൻ അവിടെ ഹസ്ബൻഡ് വാളിൽ പണിയെടുത്തതിൻ്റെ ആ പാർട്ടിക്കിൾസൊക്കെ ഇനി അവിടെ ഡസ്റ്റൊക്കെ ആയിട്ടുണ്ടാവും, ക്ലീൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ദർ ഇസ് ആൻ എക്സ്ട്രാ സെഷൻ ഓഫ് എൻഡ്ലെസ് ഫീൽസ്. ഇനി ഒരു ഇൻസ്റ്റൻറ്റ് കോഫി അവളുടെ വായിലേക്ക് ഇട്ട് ഇനി അടുത്ത സെഷൻ വർക്ക് തുടങ്ങാനായി. ഓക്കെ, ദ പോസ്റ്റ് കാർഡ് ഫെൽ ഫ്രം ദ റെഫ്രിജറേറ്റർ. ഒരു മെസ്സി സറൗണ്ടിങ്സാണ് കാണിച്ചിരുന്നത്. സ്വീറ്റി, ഹി കോൾഡ് മീ ഫ്രം ബിഹൈൻഡ് ദ ലെതർ കൗച്ച്. ഒരു ലെതർ കൗച്ചിൻ്റെ അടുത്ത് നിന്ന് ഹി കോൾഡ് ഹെർ. ദ ടി വി റിമോട്ട് ഇസ് ലോൺലി ഓൺ ദ കാർപ്പറ്റ്. ടി വി റിമോട്ട് അവിടെ കാർപ്പറ്റിൽ താഴെ കിടക്കുന്നുണ്ട്. മേ ബി അപ്പോൾ ടി വി റിമോട്ട് എടുത്തു തരാനായിരിക്കാം വൈഫിനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഐ വൈപ്ഡ് മൈ ഹാൻഡ്സ് വിത്ത് എ പേപ്പർ ടവൽ ആൻഡ് സെറ്റ് ഐ ആം ഹിയർ. പക്ഷേ അത്രയും ഡെഡിക്കേറ്റഡ് ഒരു വൈഫാണ്. അപ്പം പെട്ടെന്ന് കൈയൊക്കെ തുടച്ചിട്ട് ഐ ആം ഹിയർ എന്ന് പറഞ്ഞു. ഓക്കെ, എന്ത് രസമല്ലേ, ഒരു സിമ്പിൾ ചെറിയൊരു റെപ്രസെൻറ്റേഷൻ, ബട്ട് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു കൺവേ. ഇതാണ് ഒരു ഇമേജ്. ഈ ഒരു ആംഗിളിൽ കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുക. ഉണ്ട് സ്വീറ്റി സ്വീറ്റി എന്ന് ഹസ്ബൻഡ് വിളിക്കുന്നത് അതിലങ്ങനെ റെപ്രസെൻ്റ് ചെയ്തത് കണ്ടോ. മോൾസ് എന്ന്, മൈ ലൈൻസ് ബാക്ക്, ഇതിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് വണ്ടലിന് കുറച്ച് വേർഡ്സ് മാത്രം എഴുതിയത്. ഐ ഷവൽഡ് ഇൻസ്റ്റൻറ്റ് കോഫി എന്നൊക്കെ. അവിടെ ഒരു ചെറിയൊരു ഗേൾ ഉണ്ട്, ഒരു ഹസ്ബൻഡ് ഫിഗർ ഉണ്ട്, ഒരു മെസ്സി കൈൻഡ് ഓഫ് ഒരു വ്യൂ കിട്ടുന്ന ഫ്ലവേഴ്സ്, എന്നാൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ടോപ്പിൽ. ഇങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഡ്രൈഡ്, അങ്ങനെ ചില വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഗ്രാഫിക് പോയംസ് ലുക്ക് ലൈക്ക്. ഓക്കെ, നൗ വി വിൽ ഗോ ബാക്ക് ടു അവർ ടെക്സ്റ്റ് ബുക്ക്. പീപ്പിൾ കണ്ടിന്യൂ ടു റീഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ടുഡേ ദേ റീഡ് ഫ്രം ബുക്സ് ആൻഡ് ഓൾസോ ഡിജിറ്റൽ ഡിവൈസസ്. നമ്മൾ അതിൽ പറഞ്ഞ അതേ കാര്യം, ഡിജിറ്റൽ ഡിവൈസസിലൊക്കെയാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാൻഡ് സ്ക്രോൾ ചെയ്യുക, അങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നതൊക്കെ. സോ റൈറ്റർ നവോക്കോ ഫുജിമോട്ടോ സേസ് ഗ്രാഫിക് പോയട്രി ഈസ് ദ മെൽറ്റിംഗ് ഓഫ് വേർഡ് ആൻഡ് ഇമേജ്. ഇപ്പോൾ നവോക്കോ ഫുജിമോട്ടോ തന്നെ പറയുന്നുണ്ട്, ഫുജിമോട്ടോ ഷീ സേസ് ദാറ്റ് ഗ്രാഫിക് പോയട്രി ഈസ് ദ മെൽഡിങ് ഓഫ് വേർഡ് ആൻഡ് ഇമേജ്. വേർഡും ഇമേജും കൂടെ ഒരുമിച്ച് മെൽഡ് ചെയ്ത് പോകുന്നതാണ് ഗ്രാഫിക് പോയട്രി എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ യൂസ് ചെയ്തത് ഇമാക്കി സ്റ്റൈലാണ്, വിച്ച് ഇസ് ആൻ ഇല്ലസ്ട്രേറ്റഡ് ഹാൻഡ് സ്ക്രോൾ ഇൻ ജപ്പാൻ which offers the reader a cinematic experience. Okay, so ഇമാക്കി സ്റ്റൈലിലാണ് നവോക്കോ ഫുജിമോട്ടോ ഇത് ഗ്രാഫിക് പോയം, ഈ ഗ്രാഫിക് പോയം ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ ചെയ്തിട്ടുള്ളത്, വരച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത് എന്ന് പറയാം. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ജാപ്പനീസ് ഹാൻഡ് സ്ക്രോൾസ് ക്യാൻ ബി അപ് ടു 40 feet. നമ്മളിങ്ങനെ ഹാൻഡ് സ്ക്രോൾ ചെയ്യുമല്ലോ, ഒരു 40 feet വരെ സ്ക്രോൾ ചെയ്യുന്ന അത്രയും ലെങ്ത്തിൽ ജാപ്പനീസ് ഹാൻഡ് സ്ക്രോൾസ്, ഇങ്ങനത്തെ പോയംസ് ഉണ്ടാവാറുണ്ട് എന്ന്. ഓക്കെ, ദ ഗ്രാഫിക് പോയം ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ റീഇമാജിൻസ് ട്രഡീഷണൽ ഇമാക്കി സ്റ്റൈൽ ഫോർ മോഡേൺ വ്യൂവേഴ്സ്, ഓപ്റ്റിംഗ് ഫോർ എ വെർട്ടിക്കൽ ഫോർമാറ്റ് that reflects the way people interact with content on smartphones. The piece visually depicts the life of a traditional housewife who sacrificed for her husband but lacks financial and emotional independence. Okay, അപ്പം ട്രഡീഷണൽ ഹൗസ് വൈഫിനെ അതിൽ കാണാൻ പറ്റുന്നത് വിച്ച് സാക്രിഫൈസ് ഫോർ ഹർ ഹസ്ബൻഡ്. ഓക്കെ, ബട്ട് ലാക്സ് ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, സിംബലൈസ്ഡ് ബൈ ഇമേജറി ലൈക്ക് എ ക്രംബിൾഡ് വെറ്റ് പേപ്പർ ടവൽ. പേപ്പർ ടവലിൽ കൈ തുടച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. റെപ്രസെൻറ്റിങ് ഓൾഡ് വാൾപേപ്പർ, അത് കാണിക്കാൻ അതിലൊരു ഓൾഡ് വാൾപേപ്പറാണ് ആ ഇമേജിൽ കൊടുത്തിട്ടുള്ളത്. ഇൻസ്പയർഡ് ബൈ ആൻ ഇൻ്റർവ്യൂ വിത്ത് ടി വി ഡ്രാമ റൈറ്റർ ഹഷിദ സുഗാക്കോ and the author's former female boss. Okay,
The poem addresses the enduring issue of unequal relationships between husband and wife. അവരുടെ ഇടയിൽ ആ ഒരു അൺഈക്വൽ റിലേഷൻഷിപ്പ് ഇതൊക്കെ അതിലൂടെ ആ ചെറിയൊരു റെപ്രസെൻറ്റേഷനിലൂടെ കാണാൻ പറ്റുന്നു. ഓക്കെ, ഇറ്റ് ഡെപിക്ട്സ് ദ മൊണോട്ടോണി ഓഫ് എ വിമൻ who toils day and night in the kitchen. However, household chore is not considered as work because it does not generate income. അല്ലേ, പൈസ ഒന്നും കിട്ടാത്തതുകൊണ്ട് ആ ഒരു വർക്കായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഗ്രോസ് ഇൻജസ്റ്റിസ് ടു ഹോം വർക്കേഴ്സ് ഹു ആർ മോസ്റ്റ്ലി വുമൻ. The repetitive work also makes them feel soulless and empty. എന്നും സ്ഥിരം ഒരു പണി തന്നെ എടുക്കുമ്പം they'll feel like soulless and empty feeling. The poem uses striking imagery and symbolism to highlight the emotional and psychological toll of traditional gender roles. By combining the textual and the visual, the graphic poem powerfully communicates the need to address a pressing feminist issue. അവ ഈ ഒരു ഗ്രാഫിക് പോയത്തിലൂടെ the textual and visual elements actually powerfully communicates the need to address a pressing feminist issue. ഒരു ഇമ്പോർട്ടൻറ്റ് ഫെമിനിസ്റ്റ് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യേണ്ട നീഡ് ആ ഒരു സിമ്പിൾ വർക്കിലൂടെ നമുക്ക് ഫിജിമോട്ടോ കാണിച്ചു തന്നു അല്ലേ. So that is about our digital narratives or graphic narratives. Okay, അപ്പോൾ ഇതിൽ ഗ്രാഫിക് നരേറ്റീവ്സിൽ ഒരു റീലും പിന്നെ ഒരു പോയം അല്ലേ, ഒരു ഗ്രാഫിക് പോയം, നോട്ട് ജസ്റ്റ് പോയം, ഒരു ഗ്രാഫിക് പോയം ബൈ നവോക്കോ ഫിജിമോട്ടോ, ഹൗ ടു ചോക്ക് മൈസെൽഫ് ഇൻ ദ അഗ്ലി കിച്ചൺ. ഇത് രണ്ടുമാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. If this video was useful for you, please don't forget to subscribe to our channel. Thank you.